ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ ആ അവസ്ഥയ്ക്ക് യാതൊരു അയവും വന്നിട്ടില്ല. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഇരുവിഭാഗവും നടത്തുന്നതിനിടയിൽ ഇസ്രായേൽ ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. ആ വ്യോമാക്രമണത്തിൽ ഗാസയിലെ ദേർ അൽ ബലാഹിന് സമീപം വെച്ച് വെസ്റ്റ് ബാങ്ക് ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ ഹമാസ് നേതാവിനെ വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ സൂചിപ്പിച്ചിരുന്നു ഹമാസിന് പുതിയ ലീഡർ എത്തിയിരുന്നു. യാഹിയ സിർവാറാണ് പുതിയ ലീഡറായി എത്തിയിരിക്കുന്നത്. ആ ലീഡറെ തങ്ങൾ കൊല്ലുമെന്ന് പരസ്യമായി തന്നെ ഇസ്രായേലിലെ പ്രതിരോധ വക്താവായ റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലാണ് ഇപ്പോൾ ഈ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. ഹമാസിൻ്റെ ഒരു ഉയർന്ന കമാൻഡറായിരുന്നു, വെസ്റ്റ് ബാങ്ക് ആക്രമണത്തിന് മുഖ്യ സൂത്രധാരനായിരുന്നു. അത് കനത്ത വ്യോമാക്രമണം 12 ഇടങ്ങളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വ്യോമാക്രമണമായിരുന്നു. 12 ഇടങ്ങളിലാണ് നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഗാസയിലെ ദേറൽ ബലാഹിന് സമീപമാണ് ഈ കമാൻഡർ കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.